എടാ നിനക്ക് വേന നിർത്തുന്നല്ലോ. ഇല്ല ചേട്ടാ, നമ്മൾ ഈ ഡ്രാമ കളിച്ചില്ലായിരുന്നെങ്കിലേ തല്ലിപ്പിരിഞ്ഞാനെ. സത്യം. എടാ ഇതൊന്ന് സോൾവ് ചെയ്യണ്ടേ? എനിക്ക് തോന്നല്ലോ ആവണി ക്ഷമിക്കൂന്നൊന്നും. ഇല്ല ചേട്ടാ, അഞ്ചു ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ അവളുടെ സൈഡിൽ നിന്നല്ലേ സംസാരിച്ചേ, എന്തായാലും സോൾവ് ആവും. എടാ പിന്നെ നമ്മളെ ഒന്നിപ്പിക്കാൻ വേണ്ടി അവിടെ പല ശ്രമങ്ങളും നടക്കും. നമ്മൾ കട്ടക്ക് നിൽക്കണം. പിന്നെ എല്ലാ പ്രാവശ്യം ഈ ഐഡിയ വർക്കൗട്ട് ആവണമെന്നില്ല. അടുത്ത വഴക്കാണെങ്കിൽ അടുത്ത നമ്പർ നമ്മൾ ഇറക്കിയേക്കണം. ശരി ചേട്ടാ, വീട്ടിലേക്ക് പോവാ. പോവാം. എടാ അതെ, ഞാൻ നേരത്തെ നെഞ്ചിലിങ്ങനെ തള്ളിയില്ല. അപ്പൊ നിനക്ക് വേണമല്ലോ എടുത്തായിരുന്ന? ഇല്ല ചേട്ടാ, ഇത്തിരി വേദനിച്ചാലും എന്താ, നമ്മുടെ ഭാര്യ തമ്മിൽ തല്ലത് കാണേണ്ടി വന്നില്ലല്ലോ. ശരിയാ. എങ്കിൽ ശരി, നീ വീട്ടിലോട്ട് നോക്കോ, ഞാൻ പുറകെ വന്നോളാം കേട്ടോ. ശരി ശരി. എടാ വേദനിച്ചില്ല ഉറപ്പല്ലേ? ഇല്ല ചേട്ടാ. പിന്നെ കലിപ്പ് മെയിൻറ്റെയിൻ ചെയ്തോളാം, ഡൗൺ ആവരുത്. ഓക്കെ. മോഹൻ എവിടെ? അതെനിക്കെങ്ങനെ അറിയാം? എന്നോടാണോ ചോദിക്കണം? എന്താടാ നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? അതിന്റെ കാര്യമൊന്നും പറയാൻ നിക്കണ്ട. അഞ്ചു ഫുഡ്. ആവണി, ആവണി, ഞാൻ ഇവിടെ ഉണ്ട്. എടാ എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും കൂടി കാര്യം പറയാനുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ പറഞ്ഞ് ഇപ്പൊ തീർക്കണം. അതങ്ങനെ പറഞ്ഞാൽ തീരെ പ്രശ്നമൊന്നും അല്ല. എടാ നിങ്ങളെ ഭാര്യമാര് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, അതൊക്കെ അവര് പറഞ്ഞ് തീർത്ത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞങ്ങൾ കാരണം നിങ്ങൾ ചേട്ടാനിമാര് തമ്മിൽ വഴക്ക് കൂടരുത്. അതെ പ്രകാശ് ഏട്ടാ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്ക്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അഞ്ചു, നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കാം. കോംപ്രമൈസ് ആക്ക് പ്രകാശ് ഏട്ടാ. തൽക്കാലം ഞാൻ ക്ഷമിച്ചു. ഞാനും. വഴക്ക് തീർന്ന സ്ഥിതിക്ക് ഇങ്ങനെയാണോ കോംപ്രമൈസ് ചെയ്യുന്നത്? ഒന്ന് കെട്ടിപ്പിടിക്ക അച്ഛാ, അങ്ങനെ കോംപ്രമൈസ് ചെയ്യുക. കെട്ടിപ്പിടിച്ചോ? അങ്ങനെ വഴക്ക് തീർന്നല്ലോ. എന്റെ കാലം കഴിഞ്ഞവരെ നിങ്ങൾ കാരണം എന്റെ മക്കള് തമ്മിൽ അടി കൂടുന്നത് കാണേണ്ടി വരും. എനിക്കത്ര പറയാനുള്ളൂ. ശരി അമ്മ. ശ്രദ്ധിച്ചോളാം അമ്മ. വലിയ ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോനെ എന്തൊക്കെ കാണിക്കണം. പ്രകാശ് ഏട്ടാ. അഞ്ചു, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. എന്തിന്? ഞാനും ചേട്ടനും കോംപ്രമൈസ് ആയതാ? അതൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ എന്തേലും ചെയ്. നിങ്ങളുടെ ഏട്ടത്തി എന്നോട് ക്ഷമ പറഞ്ഞ്. ക്ഷമ പറഞ്ഞ? എപ്പോ? അതൊക്കെ പറഞ്ഞ്, പക്ഷെ ഡയറക്റ്റ് പറഞ്ഞില്ല, കറങ്ങിത്തിരിഞ്ഞ് പറഞ്ഞ് സോറിന്ന്. ഇതൊന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇടക്കിടക്ക് കാണായിരുന്നു. നീ എന്തായാലും ഹാപ്പി അല്ലേ? പിന്നല്ലാതെ. ഇവിടുത്തെ റാണി എന്നോട് സോറി പറഞ്ഞില്ലേ, ഇതിൽ കൂടുതൽ എന്തോന്ന് വേണം? അഞ്ജു, നീ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ കോംപ്രമൈസ് ചെയ്തത്. അതൊന്നും സാരിയില്ല, പോട്ടെ. ഇനി അവസരം കിടക്കുകയല്ലേ. എന്തിന്? വഴക്കിടാൻ. നിർത്താനൊരു ഉദ്ദേശം ഇല്ലല്ലേ? ഒന്ന് പോ പ്രകാശ് ഏട്ടാ. നീ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ കോംപ്രമൈസ് ആയി, അല്ലെങ്കിൽ ഇടിച്ചവന്റെ മോന്തര ഷേപ്പ് ചെയ്യാൻ മാറ്റിയാണ് എന്നും പറഞ്ഞോണ്ട് നീ അഞ്ചോടത്ത് മാപ്പൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഞാനിപ്പോ മാപ്പ് പറയാൻ പോവാ. മാപ്പ് പറയണതിനാ ഒരു കാര്യമില്ല. നീ ഹാപ്പിയാണോ? ഞാൻ കുറച്ച് ഹാപ്പിയാ. അത് മതി. നീ ഹാപ്പി ആവുന്നതാണ് എന്റെ ഹാപ്പി. അതെ, ഈ ചേട്ടനും അനിയനും കൂടെ വഴക്ക് കൂടുമ്പോഴേ നല്ല ഒറിജിനാലിറ്റി വേണം. ഇടിക്കുമ്പോ നല്ല ഇടി ഇടിക്കണ്ടേ? എങ്ങനെ? അല്ല, ഈ ചേട്ടനും അനിയനും കൂടെ വഴക്ക് കൂടുമ്പോഴേ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി വേണ്ടേന്ന്. കുടുംബത്ത് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഒരുപാട് കിടന്ന് പെടാപ്പാട് വെട്ടതല്ലേ ചേട്ടനും അനിയനും. അവരുടെ തലയിൽ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി. നിന്റെ വിചാരം ഞങ്ങളവിടെ തമാശ കാണിച്ചെന്നാണ്? സീരിയസ് ആയിട്ടാണ് അവിടെ അടി കിടന്നത്, വളരെ സീരിയസ് ആയിട്ട്. പിന്നെ പരസ്പരം ഫോണിൽ മെസ്സേജ് അയച്ചോണ്ടല്ലേ വഴക്ക് കൂടുന്നത്. ചേട്ടാ പ്രശ്നം രൂക്ഷം, വാട്ട് ടു ഡു, ഇതൊക്കെയല്ലേ അവൻ അയച്ച മെസ്സേജ്. നീ അത് കണ്ട? ഞാൻ കണ്ടു. എന്റെ അമ്മേ, ചമ്മി നാറി. ഇവൾക്ക് ഇത് എത്ര കണ്ണാണിത്?
എന്ത് കള്ളത്തരം കാണിച്ചാലും കണ്ടുപിടിച്ചോളും. ഇങ്ങനെ ജീവിക്കാൻ പോലുള്ള ആൾക്കാർ